വെറ്ററിനറി സർവകലാശാലയിൽ പുതിയ VC-ആയി ചുമതലയേറ്റ ഡോക്ടർ KS അനിൽ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ചു. തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് VC മാതാപിതാക്കൾക്ക് ഉറപ്പ് നൽകി. പുതിയ VC-യിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതികരിച്ചു. CBI അന്വേഷണം വൈകുന്നുവെന്ന് സർക്കാരിനെതിരെയും പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സർവകലാശാല അധികൃതർക്കെതിരെയും ശക്തമായ ആരോപണവുമായാണ് സിദ്ധാർത്ഥന്റെ കുടുംബം രംഗത്ത് വന്നത്. ഇതിൽ സർവകലാശാല വിഷയത്തിൽ ഗവർണർ ഇടപെട്ട 2 VC-മാരെയും മാറ്റിയാണ് മൂന്നാമത്തെ VC-യെ നിയമിച്ചത്. പുതിയ VC-ആയി ചുമതലയേറ്റ ശേഷം ഡോക്ടർ KS അനിൽ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പു നൽകി. അന്വേഷണ കാര്യത്തിൽ സംശയത്തിന്റെ നിഴൽ വീഴാതിരിക്കാൻ VC-യുടെ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളെയും മാറ്റി പുതിയവരെ നിയമിച്ചു. പൂക്കോട് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതികളും ആരോപണങ്ങളും അന്വേഷിക്കാൻ ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരുന്നു. ജുഡീഷ്യൽ കമ്മീഷന്റെ ചെലവ് സർവകലാശാല തന്നെ വഹിക്കുമെന്ന് VC KS അനിൽ വ്യക്തമാക്കി. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും വൈസ് ചാൻസലറിൻ്റെ സെക്രട്ടേറിയറ്റിൽ എല്ലാവരും മാറിയിട്ടുണ്ടാവും. എല്ലാവരും പുതിയ ആൾക്കാരാവും. അങ്ങനെ ഒരു സംശയത്തിന് ഇടപെടണമെന്ന് എനിക്ക്. പുതിയ VC-യിൽ തങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പ്രതികരിച്ചു. ഞാൻ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. മുമ്പ് വന്നുള്ളവർ അങ്ങനെയല്ല, വിശദമായിട്ട് കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കിയില്ല. അവർ വന്നിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് 2 ദിവസം ആയപ്പോഴേ രണ്ടാമത്തെ VC എല്ലാം ശരിയാക്കി എൻ്റെ കുടുംബത്തിനങ്ങ് തന്നു. എല്ലാവരും അകത്ത് കയറ്റിയെടുത്തു. അപ്പോൾ ഇത് അതുപോലെയല്ല, അദ്ദേഹം നല്ലൊരു കാര്യവിവരം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ കാര്യവും വിശദമായിട്ട് മനസ്സിലാക്കി. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് VC ഉറപ്പു നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.